പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായ ഒരു പ്രഭാതത്തിൽ മനോഹരങ്ങളായ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് നാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ് ഞാൻ. അങ്ങ് ദൂരെ മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. പ്രഭാതത്തിലുള്ള ഓരോ യാത്രയും മനോഹരങ്ങളായ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ വീതി കൂട്ടൽ പണി നടക്കുന്നത്. ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചി മധുര ദേശീയപാതയിലൂടെയാണ്. ഈ വീതി കൂട്ടൽ പ്രക്രിയ നടക്കുന്നത് നേര്യമംഗലം ഭാഗത്താണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാം അങ്ങ് ദൂരെ വലിയ പർവ്വത നിരകളുടെ മുകളിലൂടെ സൂര്യൻ ഉദിച്ച് വരുന്ന മനോഹരമായൊരു കാഴ്ച. അങ്ങനെ ബസ് നേര്യമംഗലം ടൗണിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ചരിത്രമുള്ള ചെറിയൊരു നഗരമാണ് നേര്യമംഗലം എന്ന് അറിയപ്പെടുന്നത്. ഇത് ഹൈറേഞ്ചിലേക്കുള്ള എൻട്രൻസും എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. നേര്യമംഗലത്തെ രാജഭരണകാലത്ത് പണിത നേര്യമംഗലം പാലം ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിലൂടെയാണ് മൂന്നാറിലേക്ക് പോകുന്നത്. ഇതാണ് നേര്യമംഗലത്തുള്ള പ്രശസ്തമായൊരു പള്ളി. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് മൂന്നാറിലേക്കും റൈറ്റിലേക്ക് ഇടുക്കിക്കുമുള്ള വഴിയാണ് പോകുന്നത്. ഞാൻ പോകുന്ന ബസ് റൈറ്റ് തിരിഞ്ഞ് ഇടുക്കി റൂട്ടിലേക്ക് തിരിഞ്ഞു. അവിടേക്കാണ് ഞാൻ പോകുന്നത്. മനോഹരങ്ങളായ റബ്ബർ തോട്ടും പിന്നിട്ട് കൃഷിഭൂമിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരങ്ങളായ ധാരാളം ഹൗസുകളും പിന്നിട്ട് മനോഹരമായ വഴിയിലൂടെയാണ് ഇടുക്കിക്കുള്ള ഈ റോഡ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നേര്യമംഗലത്തുള്ള പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. അങ്ങനെ നേര്യമംഗലത്ത് നിന്ന് തുടങ്ങിയ ഇടവഴിയിൽ നിന്ന് ഇടുക്കിയിലേക്കുള്ള പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴും അങ്ങ് ദൂരെ നമുക്ക് കാണാം ഉദിച്ചുയരുന്ന സൂര്യനെ മലകൾക്കപ്പുറം. ഉദയ സൂര്യൻ്റെ കിരണങ്ങൾ സസ്യലതാദികളിൽ വീഴുമ്പോൾ പ്രകൃതിയെ കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെ പണിതിട്ടുള്ള ഏതോ പള്ളിയുടെ കപ്പളയും കടന്ന് മനോഹരമായ വഴിയിലൂടെ വളവൊക്കെ തിരിഞ്ഞ് റോഡ് പോകുന്നു. പ്രഭാതത്തിലുള്ള ഈ പ്രകൃതി ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ യാത്ര തുടരുകയാണ് ബസ്സിൽ. അങ്ങനെ ബസ് ഇപ്പോൾ ലോവർ പെരിയാറിലുള്ള വൈദ്യുത ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ സമീപത്തു കൂടിയാണ് പോകുന്നത്. താഴേക്കുള്ള വഴി വൈദ്യുത ഉൽപ്പാദന കേന്ദ്രത്തിലേക്കുള്ളതാണ്. ബസ് പോകുന്ന ഈ മലയുടെയും അപ്പുറത്ത് കാണുന്ന ആ മലയുടെയും താഴ്വരയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. പെരിയാറിന് കുറുകെയാണ് ഇവിടെ ലോവർ പെരിയാർ എന്ന ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും ഒരു വനപ്രദേശമാണ്. ഈ വനത്തിൽ ധാരാളം വന്യമൃഗങ്ങളെയും നമുക്ക് കാണാം ചിലപ്പോൾ.
ഇനി കാണാൻ പോകുന്നതാണ് പെരിയാറിന് കുറുകെ പണിതിട്ടുള്ള ലോവർ പെരിയാർ എന്ന ഡാം പ്രോജക്റ്റ്. 80കളിൽ തുടങ്ങിയ ഈ ഡാം പ്രോജക്റ്റ് പൂർത്തീകരിച്ചത് 90കളുടെ ലാസ്റ്റാണ്. ഗവൺമെൻറ് ഈ പ്രോജക്റ്റിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കിയത്. ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് മഴ പെയ്തു എന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡാമിലെ വെള്ളം മുഴുവൻ കലങ്ങിയാണ് കിടക്കുന്നത്. പെരിയാറിന് കുറുകെ ഈ ഡാം മാത്രമല്ല പണിതിട്ടുള്ളത്, വളരെയധികം ഡാം ഈ പെരിയാറിന് കുറുകെ പണിതിട്ടുണ്ട്. അതിൽ പ്രശസ്തമായ ഡാമുകളിലൊന്നാണ് ഇടുക്കി ഡാമും ചെറുതു ഡാമും എന്ന് തുടങ്ങി മുല്ലപ്പെരിയാർ ഡാമും ഈ പെരിയാറിൽ പണിതിട്ടുള്ള ഡാമുകൾക്ക് ഉദാഹരണങ്ങളാണ്. അങ്ങനെ പനംകുട്ടി എന്ന സ്ഥലത്തും എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അടിമാലി വഴി മൂന്നാറിലേക്കും പോവാം. ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. പ്രഭാതത്തിലുള്ള ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് എൻ്റെ നാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. Thank you for watching.